ഒരമ്മ മരിച്ചാൽ 25,000 രൂപ കിട്ടുമെന്ന് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരമ്മ മരണപ്പെട്ടാൽ, ആരുമില്ലാത്തൊരമ്മ മരണപ്പെട്ടാൽ 10,000 രൂപ എനിക്ക് ചിലവാണ്. എനിക്ക് നല്ല എല്ലാ സ്ഥാപനക്കാർക്കും അങ്ങനെ എന്ന് വെച്ചാൽ പൊതുശ്മശാനത്തിലാണ് അടക്കേണ്ടത്. ഈ അമ്മയുടെ ബോഡി എവിടെ മോർച്ചറി, നമുക്കൊരമ്മ മരണപ്പെട്ടാൽ നിയമപരമായിട്ട് ചെയ്യേണ്ടത് 3 ദിവസം പത്രത്തിൽ കൊടുക്കണം. പത്രത്തിൽ കൊടുത്തിട്ട് 3 ദിവസം അമ്മ ആരെങ്കിലും അന്വേഷിച്ച് വരുന്നോന്ന് നമ്മൾ നോക്കിയിരിക്കണം. ഈ 3 ദിവസവും മോർച്ചറിയിലാണ് വെക്കുന്നത്. അപ്പം അവിടുത്തെ പൈസ ഇത് ആരും ബോഡി ഏറ്റെടുക്കാൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പൊതുശ്മശാനത്തിൽ 4,500 രൂപ അടയ്ക്കണം. 4,500 രൂപ സർക്കാരിന് അടച്ചിട്ടാണ് ഈ പൊതുശ്മശാനത്തിൽ അടക്കുന്നത്. അപ്പം ഈ ഹോസ്പിറ്റലിലെ പൈസ ഈ നമ്മുടെ ഈ സർക്കാരിന് അടയ്ക്കുന്ന പഞ്ചായത്തിൽ വില്ലേജിൽ അടയ്ക്കുന്ന 4,500 രൂപ, പിന്നെ ഈ ആംബുലൻസിന്റെ കൂലി, ഇതെല്ലാം സ്ഥാപനക്കാരല്ലേ കൊടുക്കുന്നത്. അപ്പൊ സ്ഥാപനക്കാരുടെ കയ്യിൽ നിന്നല്ലേ പൈസ പോകുന്നത്. ഏത് അമ്മ മരിച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ പൈസ കിട്ടുന്നത്? അത് വെറുതെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്നങ്ങ് ഓരോന്ന് പറയുക. അതേപോലെ പുള്ളിക്കാരൻ പറഞ്ഞ വേറൊരു കാര്യം, എൻ്റെ മരുമോളെ ഞാൻ 3 വർഷത്തിനകം തട്ടിക്കളയും എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പുള്ളിക്കാരൻ അത് പറയുന്നത്. അതേപോലെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട്, എനിക്ക് അയാളോട് ഒരു ശത്രുതയില്ല, നല്ലൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല, കണ്ടിട്ടുണ്ട് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ.